എല്ലാവർക്കും ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ജൂലൈ 24 വെള്ളിയാഴ്ച, അതായത് നാളെ, സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും SFI വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ നടന്നതായി ആരോപിക്കപ്പെടുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവുമുയർത്തിയാണ് ഈ പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. SFI സംസ്ഥാന നേതൃത്വത്തിന്റെ അറിയിപ്പ് പ്രകാരം സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ പഠിപ്പ് മുടക്ക് നടത്താനാണ് തീരുമാനം. വിവിധ ജില്ലകളിൽ പ്രതിഷേധ മാർച്ചുകളും മറ്റ് പരിപാടികളും സംഘടിപ്പിക്കുമെന്നും സംഘടന അറിയിച്ചു. എന്നാൽ കേരള സർക്കാർ ഇതുവരെ സംസ്ഥാന വ്യാപകമായി സ്കൂളുകൾക്കോ കോളേജുകൾക്കോ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുമോ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ മാറ്റമുണ്ടാകുമോ എന്നത് ബന്ധപ്പെട്ട് സ്ഥാപനങ്ങളുടെയും പ്രാദേശിക അധികൃതരുടെയും തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്വന്തം സ്കൂളിലോ കോളേജിലോ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായി, കേരളത്തിലെ ലക്ഷക്കണക്കിന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനായി സംസ്ഥാന സർക്കാർ 1095 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 51,11,908 സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിക്ക് കീഴിലുള്ള 8,46,456 പേർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. സർക്കാർ നിർദ്ദേശപ്രകാരം ഓഗസ്റ്റ് 3-നകം വിതരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പെൻഷൻ വിതരണം ആരംഭിച്ചു എന്നതുകൊണ്ട് എല്ലാവരുടെയും അക്കൗണ്ടിൽ ഒരേ ദിവസം തന്നെ ഒരേ സമയം തുക എത്തണമെന്നില്ല. ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്നവർക്കും സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലെത്തി വിതരണം ലഭിക്കുന്നവർക്കും ഘട്ടം ഘട്ടമായാണ് തുക കൈമാറുക. ഇതിനാൽ തുക ലഭിച്ചില്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല. അടുത്ത ദിവസങ്ങളിലായി വിതരണം തുടരുന്നതാണ്. നിലവിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് 2000 വീതമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി ലഭിക്കുന്നത്. അതേസമയം 3000 പെൻഷൻ നിലവിൽ നടപ്പാക്കിയിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇന്നു മുതൽ 3000 വർദ്ധിപ്പിച്ച പെൻഷൻ അക്കൗണ്ടിലെത്തി എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ ഔദ്യോഗിക സർക്കാർ ഉത്തരവില്ലാതെ വിശ്വസിക്കരുത്. നിലവിലുള്ള വിതരണം 2000 എന്ന അംഗീകൃത നിരക്കിൽ മാത്രമാണ് ഉള്ളത്. ഓണം അടുത്തെത്തുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വർഷത്തെ ഓണക്കിറ്റ് വിതരണം. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇനി പറയുന്നത്. ഒരു പ്രധാന കാര്യം ആദ്യം തന്നെ വ്യക്തമാക്കാം. ഈ വർഷത്തെ ഓണക്കിറ്റ് വിതരണം സംബന്ധിച്ച് സർക്കാർ പണം അനുവദിച്ചിരിക്കുകയാണ്. ഓണവിപണി കൂടുതൽ ശക്തമാക്കുന്നതിനായി 253 കോടി രൂപ അനുവദിച്ചതായി സർക്കാർ അറിയിച്ചു. ഇതിൽ 200 കോടി സപ്ലൈകോയുടെ ഓണവിപണിയിലെത്തിക്കും. 53 കോടി AAY വിഭാഗത്തിനുള്ള ഓണക്കിറ്റിനുമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്, ഏത് റേഷൻ കാർഡുകൾക്കാണ് ഓണക്കിറ്റ് ലഭിക്കുക? നിലവിലെ സർക്കാർ പ്രഖ്യാപിച്ച വിവരങ്ങൾ പ്രകാരം അന്ത്യോദയ അന്ന യോജന അഥവാ മഞ്ഞ റേഷൻ കാർഡുകൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. ഇതിനായാണ് പ്രത്യേകമായി 53 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അതേസമയം പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകൾക്കും ഓണക്കിറ്റ് ലഭിക്കുമെന്ന് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും തന്നെ വന്നിട്ടില്ല. ഇതിനോടൊപ്പം മറ്റൊരു പ്രധാന വിവരവുമുണ്ട്. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം സപ്ലൈകോയുടെ ഓണച്ചന്തകളും പ്രത്യേക വിപണി ഇടപെടലുകളും നടത്താനാണ് സർക്കാർ തീരുമാനം. നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുകയും വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിനായാണ് 200 കോടി രൂപ പ്രത്യേകമായി അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ മഞ്ഞ റേഷൻ കാർഡുകാർ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ റേഷൻ കാർഡ് സജീവമാണെന്നും റേഷൻ കടയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമാണെന്നും ഉറപ്പാക്കുക. വിതരണം ആരംഭിക്കുന്ന തീയതി പ്രഖ്യാപിച്ചാൽ നിങ്ങളുടെ റേഷൻ കടയിൽ നിന്ന് അറിയിപ്പ് ലഭിക്കും. അനാവശ്യമായി തിരക്ക് കൂട്ടാതെ ഔദ്യോഗിക തീയതി അനുസരിച്ച് മാത്രം കിറ്റ് കൈപ്പറ്റാൻ ശ്രമിക്കുക.